ഈശ്വരാ, സമയം ആറായല്ലോ. മക്കൾക്ക് സ്കൂളിൽ പോകാനും കൃഷ്ണേട്ടന് ഓഫീസിൽ പോകാനും ഒക്കെ ഉള്ളതാ. ഞാൻ നേരം വൈകി എണീക്കാന്. എന്താണ് സീതേ രാവിലെ തന്നെ നീ പിറപ്പിറക്കുന്നേ? സമയം നോക്കു ചേട്ടാ, ഞാൻ നേരം വൈകി എണീക്കാന്. മക്കൾക്ക് സ്കൂളിൽ പോകാനും ചേട്ടന് ഓഫീസിൽ പോകാനൊക്കെ ഉള്ളതല്ലേ. എന്റെ സീതേ, ഇന്നലെ രാത്രി എന്റെ കൂടെ ഇരുന്ന് ന്യൂസ് കണ്ട ആളെന്നല്ലേ നീ? ഇന്ന് സമരമാണെന്ന് നിനക്കറിയൂലേ? അത് നീ ഇത്ര പെട്ടെന്ന് മറന്നോ? ആ കാര്യം ഞാൻ മറന്നുപോയി. അപ്പൊ ഇന്ന് വായക്കൊരു റെസ്റ്റ് ഉണ്ടാവൂലല്ലേ? അതുപോലെ എന്റെ ചെവിക്കും എല്ലാരും ഒന്നുണ്ടല്ലോ. ഈ എല്ലാവരും ഒന്ന് പറഞ്ഞത് എന്നെയും കൂടിയാണല്ലോ. അല്ലാതെ പിന്നെ ആ കാര്യത്തിന് അച്ഛനും മക്കളും കണക്കാ. രാവിലെ തന്നെ തുടങ്ങിയോ അച്ഛനും അമ്മയും ചെറിയ മക്കളെ പോലെ? അല്ലപ്പത് ഞാൻ എന്താ കാണുന്നേ? ആരാണിത്? എന്റെ പാറ തന്നെയല്ലേ? സാധാരണ ഇങ്ങനെയല്ലല്ലോ. രാവിലെ ഞാൻ വന്ന് 2 തല്ലും തന്നെ. മുഖത്ത് വെള്ളവും പറഞ്ഞാലേ എണീക്കാറുള്ളൂ. ഇന്നിതിപ്പോ എന്ത് പറ്റി? അതിപ്പോ എന്താ ചോദിക്കാനിരിക്കുന്നോ? ഇന്ന് ക്ലാസ്സില്ലല്ലോ. ആര് പറഞ്ഞു ഇന്ന് സ്കൂളിലെന്നേ? നീ എണീറ്റ് പോന്നോ? അല്ല ഉണ്ണിക്കുട്ടൻ എന്തേ? അമ്മ ഇന്ന് ക്ലാസ് ഉണ്ടാവില്ലല്ലോ. ഹർത്താല എന്ന് കരുതി ക്ലാസ് ഒക്കെ ഉണ്ടാവും. ബസ് ഇല്ലാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരല്ലേ ഉള്ളൂ. അമ്മ എന്ത് കഷ്ടായത്. ഇന്ന് ആരും വരൂല. ലച്ച പോലും പോകുന്നില്ല സ്കൂളിൽ. പിന്നെ ഞങ്ങൾ എന്തിനാ പോകുന്നേ? അടുത്ത ആള് എത്തിയല്ലോ. അല്ലടാ, നീ എങ്ങോട്ടാ ജേഴ്സി കെട്ടി രാവിലെ തന്നെ? നേരം വെളുക്കുന്നേ ഉള്ളൂ. ക്ലാസ്സിൽ പോവാതെ കളിക്കാൻ പോവാലോ എന്ന് കരുതി നിൽക്കേണ്ടട്ടോ. നിനക്കറിയാലോ, ഞാൻ സമ്മതിക്കൂല. അമ്മ ഇന്ന് മോർണിംഗ് മാച്ച് ഉള്ളതാ. ഇന്നലെ സ്കൂളിൽ വെച്ച് പ്ലാൻ ചെയ്തതാ. പ്ലീസ് അമ്മേ. എന്തായാലും ഇപ്പൊ പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചായക്ക് കുടിച്ചിട്ട് പോയാ മതി നീ. അത് മതി. പിന്നൊരു കാര്യം, മഴക്കാലമാണ്. ആ തോട്ടിലും കുളത്തിലൊക്കെ പോയാലുണ്ടല്ലോ. ബാക്കി ഞാൻ പറയണ്ടല്ലോ. നീ ചിരിക്കണ്ട. ഇപ്പൊ വരാൻ തുടങ്ങും നിന്റെ ടീം. ചിന്നുവിന്റെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ ദൂരത്ത് പോയാണ് കളിക്കുന്നതെന്ന്. ഇനി നീ ആ റോഡിന്റെ അപ്പുറത്ത് പോയാലുണ്ടല്ലോ. ബാക്കി പറയണ്ടല്ലോ. അതെ സീതേ, രാവിലെ തന്നെ മക്കളെ വായിക്ക് പറയാതെ. ഇന്നിപ്പോ എന്തായാലും ഓഫീസ് ഇല്ലല്ലോ. ഞാൻ ചായ കുടിച്ച് പുറത്ത് കുറച്ച് കൃഷിയോ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കട്ടെ. ശരി ഏട്ടാ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചായ. പിന്നെ 3 പേരോട് പറയാ കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് പോയാ മതി, കേട്ടല്ലോ. ഇന്നിപ്പോ ടീച്ചേഴ്സ് ഒക്കെ കുറവായിരിക്കും. പിന്നെ പഠിപ്പും ഉണ്ടാവത്തില്ല. ഇനിയിപ്പോ നിങ്ങൾ പോണ്ട. അത് വിചാരിച്ച് ഫുൾ ടൈം കളിച്ച് നടക്കണ്ട. അമ്മ ചായ ഉണ്ടാക്കട്ടെ. ദോശമാവ് ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കി അമ്മ ഫ്രിഡ്ജിൽ വെച്ചിനി. അതൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ പാറു, നിന്നോടൊരു കാര്യം പറയാ. നീ ഒച്ച വെച്ചേക്ക് എങ്ങനെയാണോ ഉണർത്തരുത്. ഇന്നലെ രാത്രി ഒരുപാട് വൈകി അവൾ ഉറങ്ങി. നിങ്ങളെ ബഹളം കേട്ടാ അവൾ ഉണരും. പിന്നെ ഇന്നെ ഒന്നിനും അയക്കത്തില്ല. ഞങ്ങൾ മിണ്ടാതെ നിന്നോളാം. ശരി ശരി. ഹലോ, ലച്ചുവിനൊന്ന് ഫോൺ കൊടുക്കുവോ? ഇല്ല. ഇതാരാ സംസാരിക്കുന്നേ? നീ തന്നെ ആയിരുന്നോ? രാവിലെ തന്നെ ഫോൺ കണ്ടു നിൽക്കാലേ. ഞാനാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഒന്ന് പറ്റിക്കാൻ കരുതിയതാ. നിന്നെ